നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 21 തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അഥവാ BSBD അക്കൗണ്ട് ഉടമകളുടെ പണം പിൻവലിക്കൽ സേവന വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2026 ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുന്ന ഈ പുതിയ നിബന്ധനകൾ പ്രകാരം ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഒരു മാസത്തിൽ പരമാവധി 4 തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 4 സൗജന്യ ഇടപാടുകളുടെ പരിധി കഴിഞ്ഞാൽ നടത്തുന്ന ഓരോ പണം പിൻവലിക്കലിനും 15 രൂപയും അതിനു പുറമെ ബാധകമായ GSTയും അധിക സർവീസ് ചാർജായി ബാങ്ക് ഈടാക്കുന്നതാണ്. മുൻപ് ഡിജിറ്റൽ വഴിയുള്ള പണം പിൻവലിക്കലുകളുടെ സൗജന്യ പരിധിയുടെ കണക്കിൽ ഉൾപ്പെടുത്താതെ ഒഴിവാക്കിയിരുന്നെങ്കിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഡിജിറ്റൽ ഇടപാടുകളും പ്രതിമാസമുള്ള ഈ 4 സൗജന്യ ഇടപാടുകളുടെ പരിധിയിൽ തന്നെ ഉൾപ്പെടും. സ്വന്തം ബാങ്കിന്റെയോ മറ്റ് ബാങ്കുകളുടെയോ ATMകൾ, ബാങ്ക് ബ്രാഞ്ചുകൾ, മറ്റ് ഡിജിറ്റൽ ചാനലുകൾ എന്നിവ വഴി നടത്തുന്ന എല്ലാത്തരം ക്യാഷ് പിൻവലിക്കലുകൾക്കും ഈ പുതിയ സേവന വ്യവസ്ഥ പൂർണ്ണമായും ബാധകമായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. നമ്മുടെ പാചകവാതക കണക്ഷനുമായി ബന്ധപ്പെട്ട KYC അഥവാ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള സമയപരിധി അധികൃതർ വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ്. നിലവിലുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ മാസം 23 തീയതി വരെയാണ് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി സമയം അനുവദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും KYC പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും. എന്നാൽ മുൻപ് തന്നെ വിജയകരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഉപഭോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. മറിച്ച് ഇതുവരെ വിവിധ കാരണങ്ങളാൽ ഇത് ചെയ്തു തീർക്കാൻ സാധിക്കാത്തവർ മാത്രമാണ് എത്രയും വേഗം അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. നമ്മുടെ ഗ്യാസ് കണക്ഷൻ തുടർന്നും തടസ്സങ്ങളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നതിനും സബ്സിഡി അടക്കമുള്ള സേവനങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും ഈ KYC പൂർത്തിയാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നൽകിയിരിക്കുന്ന ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ മസ്റ്ററിംഗ് നടത്തിയില്ല എങ്കിൽ ഭാവിയിൽ പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അത് മാത്രമല്ല, സബ്സിഡി നിരക്കിൽ ഗ്യാസ് ലഭിക്കുന്നതിന് പകരം സാധാരണ നിരക്കോ അല്ലെങ്കിൽ ഉയർന്ന തുകയോ നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ കണക്ഷൻ താൽക്കാലികമായി നിശ്ചലമാക്കപ്പെടുകയോ ചെയ്യാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാ ഉപഭോക്താക്കളും ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുകയും സമയബന്ധിതമായി മസ്റ്ററിംഗ് നടത്തുകയും വേണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ, ഈ നിബന്ധന ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ ഉപഭോക്താക്കൾക്ക് മാത്രമുള്ളതല്ല. ഇന്ത്യൻ HP ഗ്യാസ്, ഭാരത് ഗ്യാസ് തുടങ്ങിയ രാജ്യത്തെ എല്ലാ പ്രമുഖ പാചകവാതക വിതരണ കമ്പനികളുടെയും സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഈ KYC നടപടിക്രമം ഒരുപോലെ ബാധകമാണ്. കേന്ദ്ര സർക്കാർ 2024 പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പൊതുനിയമത്തിന്റെ ഭാഗമായാണ് വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും അർഹരായവർക്ക് മാത്രം സബ്സിഡി ഉറപ്പാക്കാനുമായി ഈ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത്. ആ സമയം മുതൽ തന്നെ ഉപഭോക്താക്കൾക്ക് ഇത് ചെയ്തു തീർക്കുന്നതിനുള്ള അവസരങ്ങൾ ഏജൻസികൾ വഴി നൽകിയിരുന്നുവെങ്കിലും ഇപ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ ഇത് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് എന്നതിനാലാണ് എല്ലാവർക്കുമായി 23 തീയതി വരെ വീണ്ടും അവസരം നീട്ടി നൽകിയിരിക്കുന്നത്. അതിനാൽ സമയം കളയാതെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസികൾ സന്ദർശിച്ച് ആധാർ കാർഡും ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണും ഉപയോഗിച്ച് എത്രയും വേഗം നിങ്ങളുടെ KYC പൂർത്തിയാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾക്കും നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകൾക്കും തങ്ങളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി സാമ്പത്തിക ധനസഹായം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി. സ്വന്തമായി വീടുണ്ടായിട്ടും അത് കേടുപാടുകൾ തീർത്ത് താമസയോഗ്യമാക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നിർധനരായ സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി നൽകുന്നത്. ഇതിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും BPL റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നത്. എങ്കിലും APL റേഷൻ കാർഡ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. APL കാർഡ് ഉടമകൾ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തങ്ങൾ അർഹരാണെന്ന് തെളിയിച്ചാൽ ഈ ധനസഹായത്തിന് അർഹരായിത്തീരും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും യോഗ്യരായവർക്ക് ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്.
ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എല്ലാ വർഷവും ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അർഹതയുള്ളവർക്ക് വീട് പുനരുദ്ധാരണത്തിനുള്ള ധനസഹായം നേരിട്ട് അനുവദിച്ച് നൽകി വരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഓണക്കാലത്തോടനുബന്ധിച്ച് മുൻകൂറായി നൽകേണ്ട ക്ഷേമ പെൻഷന്റെ വിഹിതത്തിൽ വിതരണം നിലവിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 19-ാം തീയതി മുതൽ തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നേരിട്ട് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി. അതിനാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും തടസ്സമില്ലാതെ എല്ലാവരിലേക്കും എത്തിച്ചേരും. എങ്കിലും വരും മാസങ്ങളിലും പെൻഷൻ തുക യാതൊരുവിധ തടസ്സവുമില്ലാതെ കൃത്യമായി അക്കൗണ്ടുകളിൽ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ ഗുണഭോക്താക്കൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ആധാർ കാർഡുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി നടത്തേണ്ട മസ്റ്ററിംഗ് അഥവാ ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ്. ഇതുവരെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം തന്നെ അത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പ്രക്രിയ വിജയകരമായി കഴിയുമ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന കൺഫർമേഷൻ സ്ലിപ്പ് പഞ്ചായത്തിലോ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഏൽപ്പിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അത് നിങ്ങളുടെ ആവശ്യത്തിനായി സൂക്ഷിക്കാവുന്ന ഒരു രേഖ മാത്രമാണ്. കൂടാതെ നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സേവന പോർട്ടലിലെ സ്റ്റാറ്റസ് പരിശോധിച്ച് അപ്ഡേഷൻ വിവരങ്ങൾ അറിയാനും സാധിക്കും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയ പെൻഷൻ ഗുണഭോക്താക്കളിൽ പലരും നിലവിൽ ഉപയോഗത്തിലില്ലാത്തതോ ആക്റ്റീവ് അല്ലാത്തതോ ആയ മൊബൈൽ നമ്പറുകളാണ് നൽകിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വിളിച്ചാൽ ലഭ്യമാകുന്ന നിലവിൽ പ്രവർത്തനക്ഷമമായ പുതിയ മൊബൈൽ നമ്പറുകൾ നൽകി അത് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളോ വിവരങ്ങളോ ഗുണഭോക്താക്കളെ നേരിട്ട് വിളിച്ചറിയിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് മൊബൈൽ നമ്പർ അപ്ഡേഷൻ അത്യന്താപേക്ഷിതമായതിനാൽ ഈ 2 കാര്യങ്ങളും സ്വന്തം നിലയിൽ പരിശോധിച്ച് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ ഓരോ പെൻഷൻ ഗുണഭോക്താവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുത്തനെ വർധനവ് രേഖപ്പെടുത്തി. വ്യാഴാഴ്ച ഇന്ന് 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 395 രൂപ കൂടി 14,600 രൂപയും പവന് 3,160 രൂപ കൂടി 1,16,800 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.